ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു. വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കി തന്നു. ഇന്നും അതിനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വ്യക്തി തൻ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോട് മുന്നേറി കടന്നു വന്നാൽ അവർക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനാധാരമായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, പട്ടണത്തിൽ പാവനിയായ യേശു ഒരു ഹല്ലേലൂയ പരീശൻ്റെ ഭവനത്തിൽ, ശീമോൻ എന്ന ഒരുവൻ്റെ ഭവനത്തിൽ യേശു കടന്നു ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ ഇങ്ങനെയായി എഴുതിയിരിക്കുന്നത്: പട്ടണത്തിൽ പാവനിയായ ഒരു സ്ത്രീ അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നുവെന്ന് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. നമുക്കറിയാം, പാവനിയായ ഒരു സ്ത്രീ കടന്നു വന്ന് തൻ്റെ പാപം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ട് ഹല്ലേലൂയ താൻ കരയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. എന്നിട്ട് അവിടെ ഇരുന്നവർ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഇവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നുവെന്ന് അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞെന്നാ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് യേശു, ശീമോനെ, നിന്നോടൊന്ന് പറയുവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരനുണ്ടെന്ന് ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റൊരുവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായികയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ 6 അവനെ അധികം സ്നേഹിക്കും. അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ശീമോൻ പറഞ്ഞു. അവനോട്, നീ വിധിച്ചത് ശരി തന്നെയെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുക, സ്ത്രീയോട് നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞു, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. ഹല്ലേലൂയ. ആ സ്ത്രീയെക്കുറിച്ച് പറയുക, ഇവൾ പാവനിയായ സ്ത്രീയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവൾ കടന്നു വന്നിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ, കണ്ണുനീര് കൊണ്ട് എൻ്റെ കാല് ദൈവത്തിന് സ്തോത്രം നനച്ചു. കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചെന്ന. ദൈവത്തിന് എന്തുമാത്രം അവൾ ദൈവസന്നിധിയിൽ തകർന്ന ഒരു സ്ത്രീ ആയിരിക്കും. ഒരു പക്ഷേ അവൾ ജീവിതത്തിൽ തകർന്നവളാണ്. അവൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അവിടെ പാപത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കാൽക്കൽ വന്നിട്ട് കരയുന്ന ഒരു സ്ത്രീയെ നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരോട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നീ ദൈവസ്ഥാനത്തിൽ വന്ന് കരഞ്ഞാൽ നിൻ്റെ ഹല്ലേലൂയ ദൈവത്തിന് നിനക്ക് വിടുതല, യാതൊരു സംശയവുമില്ല. ദൈവസ്ഥാനത്തിൽ പാവങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനത്തിൽ കരയുന്ന വിശ്വാസത്തിൽ കിട്ടുന്ന ഏറ്റവും ഒന്നാമത്തെ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ പാപക്ഷമ. ദൈവത്തിന് സ്തോത്രം. പാപക്ഷമ, പാപം ക്ഷമിച്ച് കിട്ടും. നമ്മൾ വിശ്വസിച്ചാൽ, എൻ്റെ കർത്താവിന് അത് കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പാപക്ഷമ തരുവാൻ കഴിയുന്നവൻ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടപെടാതെ എൻ്റെ കാൽ ചുംബിച്ചെന്ന. ദൈവത്തിന് സ്തോത്രം. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ദൈവത്തിന് സ്തോത്രം. പരിമള തൈലം, ഹല്ലേലൂയ, ആ തൈലത്തിൻ്റെ സുഗന്ധം കൊണ്ട് ആ വീട് മൊത്തം നിറഞ്ഞെന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സ്ത്രീ ചെയ്തത് ഇന്ന് ലോകം ഹല്ലേലൂയ അറിയും. ഈ ലോകം അവസാനിക്കും വരെയും ദൈവത്തെ പ്രസംഗിക്കപ്പെടുമെന്ന് ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ വേറൊരിടത്ത് കാണുവാൻ കഴിയുന്നു. അത്ര വലിയ നല്ല പ്രവൃത്തിയാണ് ആ സ്ത്രീ ചെയ്തത്. അവിടെ പാപം കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം ആകയാൽ ഇവരുടെ അനേക പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. പാവനിയായ സ്ത്രീയ, അവൾ ആ ചെയ്ത പ്രവൃത്തി കൊണ്ട് അവിടെ പാപം മോചിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതാ പ്രിയമുള്ളവരെ, അവൾക്ക് ഉള്ളിലൊരു വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവൻ്റെ കാൽ ചുംബിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാപം മോചിച്ച് കിട്ടും. ദൈവത്തിന് സ്തോത്രം. അത്ര വലിയ പാപക്ഷമ ലഭിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ അനുഗ്രഹം പാപക്ഷമ കിട്ടും. ദൈവത്തിന് ആകയാൽ ഇവളുടെ അനേക പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ
വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു, പിന്നെ അവൻ അവളോട് നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ആ സ്ത്രീയോട് തിരിഞ്ഞിട്ട് യേശു പറയുക, നിൻ്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് അവളോട് പറയുന്നു, അവനോട് കൂടെ പന്തിലിരുന്നവർ പാപമോചനം കൊടുക്കുന്ന ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് യേശു പറയുക, അവനോ സ്ത്രീയോട് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന സമാധാനത്തോട് പോകാം. അവൾ വിശ്വസിച്ചത് എന്താ? എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ തെറ്റ് ചെയ്തവളാ ഞാൻ, അത് ക്ഷമിപ്പാൻ കഴിയുന്നവന്, അത് ക്ഷമിച്ചു തരുവാൻ കഴിയുന്നവൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ അടുത്ത് കടന്നു വന്നാൽ എനിക്ക് പാപമോചനമാ. ദൈവത്തിന് സ്തോത്രം. അത് അവൾ ഹല്ലേലൂയ കടന്നു പോയി. അവൾ ദൈവത്തിന് സ്തോത്രം കണ്ണുനീര് കൊണ്ട് കാല് നനച്ചിട്ട് അവിടെ തലമുടി കൊണ്ട് തുടച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അവൾ കൊണ്ടുവന്ന പരിമള തൈലം യേശുവിൻ്റെ കാൽക്കൽ പൂശിയാണ്. അത് കണ്ടിട്ട് ഹല്ലേലൂയ യേശു പറയുക, ദൈവത്തിന് സ്തോത്രം, സ്ത്രീയെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ മേളിൽ പറയുന്നത്, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. വിശ്വാസത്തിൻ്റെ ഏറ്റവും ഒന്നാമത് നമ്മൾ കാണുന്നത് അതിൻ്റെ അനുഗ്രഹം. വിശ്വാസത്താലുള്ള അനുഗ്രഹം എന്താ? പാപക്ഷമ നമുക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, പാപം മോചിച്ചു തരുവാൻ കഴിയുമെന്നതിൻ്റെ അടുക്കൽ കടന്നു വന്ന് ഏറ്റു പറഞ്ഞാൽ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, കർത്താവിന് ഇഷ്ടമില്ലാത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഏറ്റു പറഞ്ഞ് ഹല്ലേലൂയ പാപക്ഷമ തരുവാൻ കഴിയുന്ന ഒരുവനുണ്ടെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അതാ വിശ്വാസം. ദൈവത്തിന് അതാ വിശ്വാസം. എൻ്റെ വിശ്വാസം അതാ. ഈ സ്ത്രീയുടെ വിശ്വാസം അതായിരുന്നു. അതുകൊണ്ട് ആ സ്ത്രീയോട് പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ അവിടെ വിശ്വാസം എൻ്റെ കർത്താവിന് അത് കഴിയുമെന്നുള്ളതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെയും ഹല്ലേലൂയ നമുക്ക് എഫെസ്യ ലേഖനം 2-ാം അധ്യായം ദൈവത്തിന് സ്തോത്രം, അത് അതിൻ്റെ ദൈവത്തിന് 8-9 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം രക്ഷ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വിശ്വാസത്താൽ ലഭിക്കുന്നു എന്ന് ദൈവവചനം അവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യം. പ്രിയമുള്ളവരെ, ഞാനൊന്ന് വായിക്കുകയാണ്. ദൈവത്തിന് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാകുന്നു. ഈ രക്ഷ എന്താ? വിശ്വാസം ഉള്ളവർക്ക് ദൈവം കൊടുക്കുന്നതാണ് രക്ഷ. ഹല്ലേലൂയ. അതാ കൃപയാലല്ലോ. കൃപയെന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത ദാനമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. യാതൊരു യോഗ്യതയുമില്ലാത്ത ഇടത്ത് നമ്മളെ യോഗ്യതയുള്ളവരാക്കി നിർത്തുന്നതാണ് കൃപ. ഹല്ലേലൂയ. ആ കൃപയാലുള്ള വിശ്വാസം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുക, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവ് തരുന്ന ദാനമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. എന്നിട്ട് ആരും ഹല്ലേലൂയ പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ലെന്ന്. ദൈവം നമ്മുടെ പ്രവൃത്തി തൊട്ട അല്ല. ഹല്ലേലൂയ. കർത്താവ് ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ കൃപയാണ് നമ്മളെ ഹല്ലേലൂയ ഈ ദൈവത്തിന് സ്തോത്രം ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നതെന്ന് എത്ര പേര് വിശ്വസിക്കും? ഹല്ലേലൂയ. വിശ്വസിക്കുക. എൻ്റെ കർത്താവിൻ്റെ കൃപയാണ് എന്നെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. എന്നെ നിർത്തിയത് എൻ്റെ കർത്താവിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. അത് നമുക്ക് ഹല്ലേലൂയ എത്ര പേർക്ക് ദൈവസന്നിധിയിൽ വിശ്വസിച്ച് ഏറ്റെടുത്ത് പറയുവാൻ കഴിയും. ഒരു കാര്യം കൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അതിൻ്റെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നു പുത്രത്വം. ഹല്ലേലൂയ. പുത്രത്വം 3:26 ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. രക്ഷത്താൽ ക്ഷയമെടുക്കുകയാണ്. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. ക്രിസ്തു യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്കൊരു പുത്രത്വമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മകളാ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ആരിലായിരിക്കണം? നമ്മുടെ കർത്താവിലായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നെ രക്ഷിപ്പാൻ അവന് കഴിയും. അതാ പാപക്ഷമ. പാവനിയായ സ്ത്രീക്ക് അവിടെ ഉള്ളിൽ വിശ്വാസമുണ്ടായിരുന്നു. എൻ്റെ പാവം ക്ഷമിച്ചു തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഈ രക്ഷ നമുക്ക് കൃപയാൽ ലഭിക്കുന്നതാ. അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. എനിക്ക് യാതൊരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ യോഗ്യതയുള്ളവരാക്കി എന്നെ തീർത്ത ദൈവത്തിൻ്റെ കൃപ. അതെൻ്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു ഈ ദൈവത്തിന് സ്തോത്രം പുത്രത്വം. ഹല്ലേലൂയ. ഈ വിശ്വാസം മൂലമാണ് നമുക്ക് ദൈവത്തോടുള്ള പുത്രത്വം. അതിൻ്റെ 25-ാം വിശ്വാസം വന്ന ശേഷമോ നാം ഇനിയും ശിശുപാലകൻ്റെ കീഴിലല്ല, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്.
വിശ്വാസം വന്ന ശേഷം അതിൻ്റെ 24 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അങ്ങനെ നാം വിശ്വാസത്താൽ നീതിയിരിക്കപ്പെടേണ്ടതിനും ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിലല്ല. നമ്മൾ ആരുടെ കീഴിലാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന് സ്തോത്രം. ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആ കർത്താവ് നമുക്ക് സകലതും, ആ കർത്താവ് നമുക്ക് സകലതും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവ് നല്ല വചനം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. ആ കൃപയ്ക്കായിട്ട് സ്തോത്രം. രാവിലെ സമയം വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. അതിലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളുമായിരിക്കുന്നവരെ അവിടുന്ന് പൂർണ്ണമായിട്ട് വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന എടുക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.